പെണ്ണുങ്ങൾ ക്ഷമിക്കും, പക്ഷെ മറക്കുകയില്ല. ആണുങ്ങൾ മറക്കും, പക്ഷെ ക്ഷമിക്കുകയില്ല. കാരണം ആണുങ്ങൾ 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ ചില കാര്യം മറന്നുപോകും. പക്ഷെ അവസരം വരുമ്പോൾ ചാരം മൂടിയ തീക്കട്ട പോലെ, ചാരം പറക്കുമ്പോൾ തീക്കട്ട തിളങ്ങുന്നത് പോലെ പിന്നെയും ഇങ്ങോട്ട് തേടി വരും, ക്ഷമിക്കുകയില്ല. പക്ഷെ പെണ്ണുങ്ങളോ എല്ലാം ക്ഷമിക്കും, പക്ഷെ മറക്കുകയില്ല. ഇങ്ങനെ പറവറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ല. ഭർത്താവ് 2009 കുടി നിർത്തിയതാ, 5 വർഷമായി കുഴപ്പമൊന്നുമില്ല. എങ്കിലും 2014 നവംബർ 30 പറയും, ഓ തന്നെ 2008 മുടിഞ്ഞ കുടി, അല്ലെ കുറെ കൂടെ കാശ് ഇവിടെ കാണാനായിരുന്നു. ഒരു ആവശ്യമില്ലാത്ത ചൊറിഞ്ഞ വർത്താനം പറയുക. ക്ഷമിക്കും, പക്ഷെ മറക്കുകയില്ല. മാത്യു സാറ് മോട്ടോർ സൈക്കിളിൽ വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ വന്നു. ഭാര്യയോട് പറയടി, മേരിക്കുട്ടി സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ ശൈലജ, കാണണം, തക്കാളിപ്പഴത്തിൻ്റെ നിറവ, പാദം മുട്ടി മുടി, പക്ഷെ മുഖത്ത് കുറ്റിമീശയാ, നോക്കുമ്പോൾ ഏതാണ്ട് പോലിരിക്കുന്നു. ഭാര്യ പറഞ്ഞു, വല്ല പെണ്ണുങ്കോ മീശയോട് അവൾ അവിടെ മീശ കൊണ്ട് അവിടെ വഴിക്ക് പോട്ട മനുഷ്യ, തനിക്ക് എന്താ കാര്യം? അങ്ങ് പറഞ്ഞില്ല, അങ്ങ് തീർന്നു. വർഷങ്ങളിങ്ങനെ കഴിഞ്ഞുപോയി, കാലചക്രം ഉരുണ്ടുകൊണ്ടിരുന്നു. 4-5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഇതേ മാത്യു സാറ് മോട്ടോർ ബൈക്കിൽ വൈകിട്ട് 7:30 വീട്ടിലോട്ട് വരുന്നു. അത് കറണ്ട് കട്ടിൻ്റെ ദിവസമായിരുന്നു. ഇദ്ദേഹം ഇരുട്ടത്ത് ഗേറ്റ് കടന്നു വരികയും പൂന്തോട്ടത്തിന് സൈഡ് കെട്ടാൻ വേണ്ടി കുറച്ച് ഹോളോ ബ്രിക്സ് ഇഷ്ടിക ഇറക്കി വെച്ചിട്ടുണ്ട്. അറിയാത്ത മാത്യു സാർ ഇഷ്ടിക തട്ടി താഴെ വീണു, ഇടത് കേട്ട് തൊലി പോയി. ഇയാൾ അരിശത്തോട് വീട്ടിൽ ചെന്നു, റെഡി നീ എന്നാലും വെമ്പർ നോക്കിയ, ഇരുട്ടല്ലേ, ഹോളോ ബ്രിക്സ് ഇറക്കി വെച്ചെന്ന് പറയേണ്ടായിരുന്നു, എൻ്റെ കയ്യെങ്ങാനും ഒടിഞ്ഞു പോയാലും ഞാനിത് കണ്ടുപിടി. ഉടനെ ഇവിടെ പറഞ്ഞിട്ട് പിന്നെ വലിയ കാര്യമായി. ശൈലജ ടീച്ചറിന്റെ കുറ്റിമീശ കണ്ട ആൾക്ക് ഇഷ്ടിക കാണാൻ വലിയ പ്രയാസമല്ലേ. ഇതാണ് മനസ്സിൽ കിടക്കും, ക്ഷമിക്കും, പക്ഷെ മറക്കുകയില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.